ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞതിൽ ലാസ്റ്റ് ടൈപ്പായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലാത്ത ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് മാനേജസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഇസ് എ കളക്ഷൻ ഓഫ് ലൂസ്ലി കപ്പിൾഡ് നോഡ്സ് ഇൻ്റർകണക്റ്റഡ് ബൈ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ലൂസ്ലി കപ്പിൾഡ് നോഡ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മൾ ഡിഫറെൻറ്റ് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു വയേർഡ് കണക്ഷൻ ആവാം, അതായത് ഇപ്പോൾ ഒരു റൂമിനകത്തൊക്കെ ഉള്ള ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ നമുക്ക് വയർ വെച്ചുകൊണ്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ വെച്ചുകൊണ്ട് അവരെല്ലാം കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് വേൾഡ് വൈഡായിട്ട് ഇൻ്റർനെറ്റിൽ നമ്മളെല്ലാം ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിരിക്കുന്ന നോഡ്സാണ്. നോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മെഷീൻ എന്നോ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്നോ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാം. എങ്ങനെയും നമുക്ക് നോഡിനെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ലൂസ്ലി കപ്പിൾഡ് ആയിട്ടുള്ള നോഡ്സിൻ്റെ കളക്ഷനാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ലൂസ്ലി കപ്പിൾഡ് നോഡ്? ലൂസ്ലി കപ്പിൾഡ് നോഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നമ്മൾ പല നോഡുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കണക്ട് ചെയ്ത് ഓരോ നോഡിലും ഒരു പ്രോസസ്സർ ഉണ്ടായിരിക്കും. ആ പ്രോസസ്സറിന് ഒരു അസോസിയേറ്റഡ് മെമ്മറി ഉണ്ടായിരിക്കും. അതായത് ആ പ്രോസസ്സറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറിയും ആ നോഡിൽ തന്നെ ഉണ്ട്. അതായത് കുറേ പ്രോസസ്സറുകളുണ്ട്, അവരുടെ എല്ലാ മെമ്മറി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ്. ഓരോ പ്രോസസ്സറിനും ഒരു ഇൻഡിവിജ്വൽ മെമ്മറി ഉണ്ട്, അല്ലാണ്ട് ഒരു കോമൺ മെമ്മറിന്ന് എല്ലാവരും ഷെയർ ചെയ്യുന്നതല്ല. ആ പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള ഒരു മെമ്മറിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ വെച്ചിരിക്കുന്ന കളക്ഷൻ ഓഫ് നോഡുകളെയാണ് ലൂസ്ലി കപ്പിൾഡ് കളക്ഷൻ ഓഫ് നോഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ലൂസ്ലി കപ്പിൾഡ് നോഡ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ നോഡ്സിൻ്റെ കോൺഫിഗറേഷൻ ദേ മേ എക്സിസ്റ്റ് ഇൻ ക്ലയൻറ്റ് സെർവർ ഓർ പിയർ ടു പിയർ ഓർ ഹൈബ്രിഡ് കോൺഫിഗറേഷൻ. ഇങ്ങനെ ഏത് കോൺഫിഗറേഷനും ആവാം. നിങ്ങൾ ക്ലയൻറ്റ് സെർവർ എന്നൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഇനി ക്ലയൻറ്റ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർവർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് അവൈലബിൾ അല്ല, സെർവർ ഡൗൺ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു സെർവറിനകത്തു നിന്നാണ് നമ്മൾ ആ വെബ്സൈറ്റ് കണ്ടൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഇരിക്കുന്നത് ഒരു സെർവറിലാണ്. നിങ്ങൾ ആ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈലിൽ നിന്നാണ്. അപ്പോൾ ആ മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് ഡിവൈസാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺഫിഗറേഷനെയാണ് നമ്മൾ ക്ലയൻറ്റ് സെർവർ കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻ എ ക്ലയൻറ്റ് സെർവർ കോൺഫിഗറേഷൻ സെർവർ ഹാസ് എ റിസോഴ്സ് ദാറ്റ് ക്ലയൻറ്റ് വുഡ് യൂസ്. അപ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റ് സെർവർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ഈ നെറ്റ്വർക്കിൽ ഒരു സെർവർ എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ ഉണ്ടാവും. ആ മെഷീൻ്റെ അടുത്ത് കുറേ റിസോഴ്സുകളുണ്ട്. ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഡേറ്റ എന്തെങ്കിലുമൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ആ റിസോഴ്സിനെ ഒരു ക്ലയൻറ്റ് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റ്സ് അതിനെ ആക്സസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു കോൺഫിഗറേഷനാണ് ക്ലയൻറ്റ് സെർവർ കോൺഫിഗറേഷൻ എന്ന് പറയാം. അതേസമയം പിയർ ടു പിയർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് നോഡ് ഷെയർസ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി. ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ നോഡിനും. അതായത് അവിടെ ഒരു സെർവർ, ആ സെർവറിൻ്റെ റിസോഴ്സസ് ക്ലയൻറ്റ്സ് ആക്സസ് ചെയ്യുക, അങ്ങനെയില്ല. എല്ലാ നോഡ്സിൻ്റെയും കയ്യിൽ പല പല റിസോഴ്സസ് ഉണ്ടാവും. അതെല്ലാം ഷെയർഡായിട്ട് ആക്സസ് ചെയ്യുക. ആർക്കും ആരുടെ റിസോഴ്സും എടുത്ത് യൂസ് ചെയ്യാം. അതെല്ലാം ഷെയർഡായിട്ട് വർക്ക് ചെയ്യുക. അതിനെയാണ് പിയർ ടു പിയർ കോൺഫിഗറേഷൻ എന്ന് പറയുക. ഹൈബ്രിഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓവർ എ നെറ്റ്വർക്ക് ഒക്കേഴ്സ് ത്രൂ മെസ്സേജ് പാസിംഗ്. അപ്പോൾ ഇങ്ങനെ ലൂസ്ലി കപ്പിൾഡ് ആയിട്ടുള്ള നോഡ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ നോഡ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതൊരു മെസ്സേജ് പാസിംഗ് മെക്കാനിസം വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതായത് ഒരു നോഡിന്, ഇപ്പോൾ നോഡ് എ ഉണ്ട്, നോഡ് എന്ന് നോഡ് ബിയിലേക്ക് ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഫോമാറ്റ് ഉണ്ടാവും. എന്നിട്ട് സെൻഡ് ചെയ്തിട്ടുള്ളത് എവിടേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ നോഡാണെങ്കിൽ ആ നോഡിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവാം. ദെൻ സെൻഡ് ചെയ്യേണ്ട ഒരു മെസ്സേജ് ഉണ്ടാവാം. അതായത് എന്ത് കാര്യമാണ് സെൻഡ് ചെയ്യേണ്ടത്, ഡേറ്റ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു മെസ്സേജ് ഉണ്ടാവും. ആ റിസീവ് ചെയ്യേണ്ട നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റുള്ളൊരു മെസ്സേജിങ് ഫോർമാറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പാസിംഗ് മെക്കാനിസം വെച്ചിട്ടാണ് ഡേറ്റ സെൻഡ് ചെയ്യുക, അതുപോലെ ഡേറ്റ റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത്. ദെൻ റീസൺസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് വേണം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുക.
ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് ഷെയറിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മെഷീനുണ്ട്, ആ മെഷീൻ ഒരു നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടെ കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സർ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വേണം നമുക്ക് നമ്മുടെ മെഷീനിലില്ലാത്ത. അതേസമയം നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത വേറൊരു മെഷീനിൽ അതുണ്ട്. അപ്പോൾ ആ മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ആ മെഷീനിൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്കതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ നെറ്റ്വർക്കിംഗ് കൊണ്ടൊരു കാര്യമുള്ളൂ. അപ്പോൾ അതാണ് റിസോഴ്സ് ഷെയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. വി ക്യാൻ ഷെയർ ഫയൽസ്. ഫയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാം. ഒരു സിസ്റ്റത്തിലെ ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ ഡേറ്റ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കാം. അങ്ങനെ ഫയൽസ് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു റിമോട്ട് മെഷീനിലുള്ള പ്രിൻ്റർ അതുപോലുള്ള ഹാർഡ്വെയർ റിസോഴ്സുകൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് വേറൊരു മെഷീനിലുള്ള ഡേറ്റാബേസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ഉണ്ടാവാം, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ പല പല മെഷീൻസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡേറ്റാബേസുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഡേറ്റാബേസിന് ഷെയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ഉണ്ട്, അതായത് നമ്മുടെ മെഷീനിലില്ലാത്ത ഒരു സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ വേറൊരു മെഷീനിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം ഇങ്ങനെ നമുക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു റീസണാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ഉണ്ടാക്കിയതിൻ്റെ. ദെൻ കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ്. കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരൊറ്റ കമ്പ്യൂട്ടർ ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് 2 കമ്പ്യൂട്ടറുകൾ ഒരുമിച്ചിട്ട് ഇതേ കാര്യം ചെയ്തു തീർക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് കൺകറൻ്റായിട്ട് റൺ ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ് അച്ചീവ് ചെയ്യാം. അപ്പോൾ ആ കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ് വേണമെങ്കിൽ എന്ത് വേണം, നമുക്ക് വേറൊരു ഇപ്പോൾ ഒരു അത്രയും എൻഗേജ്ഡ് അല്ലാതെ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിനെയും കൂടെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റണം. സോ വി ക്യാൻ ഡിവൈഡ് എ കമ്പ്യൂട്ടേഷൻ ഇൻ ടു സബ് കമ്പ്യൂട്ടേഷൻസ്. ഒരു കമ്പ്യൂട്ടേഷനെ സബ് കമ്പ്യൂട്ടേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദിസ് സബ് കമ്പ്യൂട്ടേഷൻസ് ഓവർ ഡിഫറെൻറ്റ് നോഡ്സ്. ഡിഫറെൻറ്റ് നോഡ്സിൽ നമുക്ക് ഈ സബ് കമ്പ്യൂട്ടേഷനെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നോഡ്സിലേക്ക് ഈ സബ് കമ്പ്യൂട്ടേഷനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആൻഡ് വി ക്യാൻ റൺ ദ സബ് കമ്പ്യൂട്ടേഷൻസ് കൺകറൻ്റ്ലി. കൺകറൻ്റായിട്ട് സബ് കമ്പ്യൂട്ടേഷൻസിനെ പല പല നോഡ്സിലിട്ടിട്ട് റൺ ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ് ആക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ്റെ സ്പീഡ് കൂട്ടാം. അപ്പോൾ അത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസണാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഒരു എയിമാണെന്ന് പറയാം. അതുപോലെ നമുക്ക് ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്യാം. അതായത് നമുക്ക് കുറേ മെഷീൻസ് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഒരു മെഷീനിൽ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോസസ്സ്. ആ മെഷീൻ ഇത്തിരി ലോഡ് കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ റൺ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലോഡ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ലോഡ് കുറവായിട്ടുള്ളൊരു സിസ്റ്റത്തിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ്ലി ലോഡഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ വി ക്യാൻ മൂവ് അവർ ജോബ് ടു ദറ്റ് ലൈറ്റ്ലി ലോഡഡ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ബാലൻസിങ്ങും പോസിബിൾ ആക്കാം. ദെൻ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സിസ്റ്റം ഫെയിൽ ആവാണ്ട് വർക്ക് ചെയ്യുക ആണെങ്കിൽ നമുക്കതിനെ റിലയബിളാന്ന് പറയാം. അപ്പോൾ ഒരിക്കലും നമുക്കൊരു സിസ്റ്റം ഫെയിൽ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അതായത് ഒരു കമ്പ്യൂട്ടർ ഫെയിൽ ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരൊറ്റ കമ്പ്യൂട്ടറിൻ്റെ പകരം നമ്മൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് ഒരു കുഴപ്പം പറ്റുകയാണെങ്കിൽ നമുക്ക് വേറൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റിലയബിൾ ആയിരിക്കും അങ്ങനത്തെ സിസ്റ്റംസ്. നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് എവിടെന്നെങ്കിലുമൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനെ ഒരു റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അതും കൂടെ ഒരു റീസണാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസിന്. ദെൻ വി കം ടു ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇത്രയും നേരം പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ യൂസറിന് അതൊരു നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ വർക്ക് ഷെയർ ചെയ്യണതും ഡേറ്റ ഷെയർ ചെയ്യണതും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. അത് യൂസറിന് അതൊരു നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയായിരിക്കും. സോ ദി യൂസേഴ്സ് ആർ നോട്ട് അവെയർ ഓഫ് ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് മെഷീൻസ്. അതായത് മൾട്ടിപ്പിൾ മെഷീൻസ് ബാക്ക്ഗ്രൗണ്ടിലുണ്ടെന്നും അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതൊന്നും യൂസർ അറിയില്ല. അതായത് യൂസർ ഷുഡ് നോട്ട് ബി അവെയർ ഓർ യൂസർ need not be aware of the multiplicity of machines. Then different aspects of distributed operating system പറയുകയാണെങ്കിൽ 3 aspects ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡേറ്റ മൈഗ്രേഷൻ.
ഡേറ്റ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണതിനെയാണ് നമ്മൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയാം. സോ ദി ഡേറ്റ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഡേറ്റ by transferring entire files or those portions of the files necessary for the immediate task. നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഡേറ്റ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക? ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയൊക്കെ നമ്മൾ ഫയൽസ് ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ ഫയൽസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേറൊരു മെഷീനിൽ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ മെഷീനിൽ നിന്നൊരു ഡേറ്റ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫയൽ മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു വലിയൊരു ഫയലിൻ്റെ ഒരു പോർഷൻ ഓഫ് ദി ഡേറ്റ മാത്രം അവിടെ പ്രോസസ്സ് ചെയ്യാൻ മതി എന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഓഫ് ദി ഫയൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ മൈഗ്രേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ. നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷനെ ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ദി കമ്പ്യൂട്ടേഷൻ ടു അനദർ മെഷീൻ ഓർ ബിറ്റ്വീൻ മെഷീൻസ്. നമുക്ക് ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് കമ്പ്യൂട്ടേഷനെ ട്രാൻസ്ഫർ ചെയ്യാം. കമ്പ്യൂട്ടേഷനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. റിമോട്ട് പ്രൊസീജിയർ കോൾസ് ആൻഡ് മെസ്സേജിങ് സിസ്റ്റം. ഇത് മെസ്സേജിങ് എന്ന് പറഞ്ഞാൽ സെൻഡ് റിസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പ്യൂട്ടറിനകത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊസീജിയറിനെ, അതായത് ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ വിചാരിച്ചോളൂ, ആ പ്രോഗ്രാമിനെ കോൾ ചെയ്യണം. റിമോട്ട് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ അല്ലാണ്ട് ദൂരെ ഇരിക്കുന്ന മെഷീൻ. ദൂരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിസിക്കലി അത് ഒരുപാട് ദൂരെ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലാതെ വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഒരു ഡേറ്റ എടുക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടർ നമ്മൾ റിമോട്ട് മെഷീൻ എന്നാണ് പറയുക. അപ്പോൾ വേറൊരു കമ്പ്യൂട്ടറിനകത്തുള്ള പ്രൊസീജിയറിനെ കോൾ ചെയ്യുക. അവിടെയുള്ള ഒരു പ്രോഗ്രാമിനെ, അവിടുത്തെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. അപ്പോൾ റിമോട്ട് പ്രൊസീജിയർ കോൾസ് ഉപയോഗിച്ചിട്ട് മെസ്സേജിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ടൊക്കെയാണ് കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് പ്രോസസ് മൈഗ്രേഷൻ. എക്സിക്യൂട്ട് ആൻ എൻറ്റയർ പ്രോസസ് ഓർ പാർട്സ് ഓഫ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് സൈറ്റ്സ്. ഡിഫറെൻറ്റ് സൈറ്റുകളിൽ, അതായത് ഡിഫറെൻറ്റ് നോഡുകളിലായിട്ട് ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ പാർട്സിനെ പല പല നോഡുകളിലായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ പ്രോസസ് മൈഗ്രേഷൻ എന്ന് പറയുക. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ വേറൊരു സിസ്റ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്ത് സബ് പ്രോസസ്സുകളാക്കിയിട്ട് അതിനെ പല പല സിസ്റ്റത്തിലായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു പ്രോസസ് മൈഗ്രേഷനും കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷനും എന്താണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോസസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. അപ്പോൾ കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെഷീനിലേക്ക് ആ കമ്പ്യൂട്ടേഷനെ മാത്രം നമുക്ക് പാസ് ചെയ്യാം. ഒരു റിമോട്ട് പ്രൊസീജിയർ കോളൊക്കെ വെച്ചിട്ട് അവിടുത്തെ പ്രൊസീജിയർ വെച്ചുകൊണ്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ മൈഗ്രേഷൻ എന്ന് പറയുക. പ്രോസസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കമ്പ്യൂട്ടേഷന് മാത്രമാവാം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോസസ് മൈഗ്രേഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോസസ് മൈഗ്രേഷൻ യൂസ് ചെയ്യുക നോക്കുക. ഫസ്റ്റ് ഇസ് ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു മെഷീനിൽ ഒരു ലോഡ് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ലോഡ് കുറവുള്ള ഒരു മെഷീനിലേക്ക് ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കാം. സോ ഡിസ്ട്രിബ്യൂട്ട് പ്രോസസ്സസ് എക്രോസ് നെറ്റ്വർക്ക് ടു മേക്ക് ദി വർക്ക് ലോഡ് ഈവൻ. അതായത് പല പല പ്രോസസ്സേഴ്സിൻ്റെ വർക്ക് ലോഡ് അതെല്ലാം കൂടെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട്, ഒരേപോലെ ഒരു ഈവൻ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സുകൾ നെറ്റ്വർക്കിൻ്റെ എക്രോസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ്. പ്രോസസ് മൈഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് സബ് പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വി ക്യാൻ കൺകറൻ്റ്ലി എക്സിക്യൂട്ട് സബ് പ്രോസസ്സസ്. നമ്മൾ സബ് പ്രോസസ്സസ് ഓരോ പ്രോസസ്സ് ഓരോരോ പ്രോസസ്സറിന് കൊടുക്കുകയാണെങ്കിൽ. ദെൻ അനദർ റീസൺ ഇസ് ഹാർഡ്വെയർ പ്രിഫറൻസ്. അതായത് നമുക്ക് ചില പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ആവശ്യം വരാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സറിന് ആവശ്യം വരാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ മെഷീനിലിരിക്കുന്ന പ്രോസസ്സിനെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സിനകത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യിക്കാം. സോഫ്റ്റ്വെയർ പ്രിഫറൻസ്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്, ആ സോഫ്റ്റ്വെയർ വേറൊരു മെഷീനിലുണ്ട്, നമ്മുടെ മെഷീനിലില്ല വേറൊരു മെഷീനിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോസസ്സിനെ ആ സോഫ്റ്റ്വെയറിലേക്ക്, ആ ഒരു മെഷീനിലേക്ക്, ആ സോഫ്റ്റ്വെയറിലേക്കല്ല ആ മെഷീനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ റൺ ചെയ്യിക്കാം.
അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ പ്രിഫറൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ഡേറ്റ ആക്സസ്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മെഷീനിൽ ഡേറ്റ, ഒരു വലിയ ഡേറ്റ, ഒരു ലാർജ് വോളിയം ഓഫ് ഡേറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, നമ്മുടെ മെഷീനിൽ ഇരുന്നു കൊണ്ട് ആ ലാർജ് വോളിയം ഓഫ് ഡേറ്റേനെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ പ്രോസസ്സിനെ അങ്ങോട്ട്, ആ ഡേറ്റ എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് നോഡിലാണോ അല്ലെങ്കിൽ ഏത് സൈറ്റിലാണോ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു നോഡിലേക്ക് നമ്മുടെ പ്രോസസ്സിനെ മൈഗ്രേറ്റ് ചെയ്താലും മതി. ഏത് മൈഗ്രേറ്റ് ചെയ്യണതാണ് എഫിഷ്യൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് വലിയ ഡേറ്റ കളക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റേനെ മൈഗ്രേറ്റ് ചെയ്യേണ്ട, അതിന് പകരം പ്രോസസ്സിനെ ഡേറ്റ ഇരിക്കുന്ന നോഡിലേക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോസസ് മൈഗ്രേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ദെൻ ഡിസൈൻ ഇഷ്യൂസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഫസ്റ്റ് വൺ, റോബസ്റ്റ്നെസ്. റോബസ്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നാലും ഇത് സിസ്റ്റം ഫെയിൽ ആവാണ്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റം റോബസ്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ റോബസ്റ്റ്നെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ അതിന് ഉടനെ തന്നെ, ഒരു ഫെയിലിയർ വരികയാണെങ്കിൽ അതിനെ ഉടനെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുക, അതൊന്ന് റിക്കവർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദെൻ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് യൂസർ ഇസ് നോട്ട് അവെയർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് മെഷീൻസ് ഉണ്ടെന്നും ഒന്നും യൂസർ അവെയർ അല്ലാണ്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്പാരൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. യൂസറിന് ഇതെല്ലാം ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ദെൻ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു ഗ്രോ ദി സിസ്റ്റം. അതായത് നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ കുറേ മെഷീൻസ് കണക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മെഷീൻസ് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോറേജ്, കൂടുതൽ ഡേറ്റ, കൂടുതൽ യൂസേഴ്സ്, ഇതിനെയൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ആ സ്കെയിലബിലിറ്റി പോസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണെന്നും ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇത്രയും പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കണോ?